ഞാൻ ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടേക്കാം. അതല്ല എങ്കിൽ എനിക്ക് നേരെ ഒരുപാട് കേസുകൾ വന്നേക്കാം. അതല്ല എങ്കിൽ എന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം. എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാകും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു സമരത്തിലാണ്. നമ്മുടെ പിഞ്ചോമനകളായിട്ടുള്ള ചെറിയ കുട്ടികളെ പണമില്ലാത്തതിൻ്റെ പേരിൽ, ചികിത്സ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട നരാധവന്മാർ കാരണം, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരന്മാരെ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണത്തിലേക്ക് തള്ളിവിട്ട കാപാലികന്മാർ കാരണം. ആരാണ് അവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗ്ലൂർ ലോബി, മംഗലാപുരം ലോബി എന്ന് ചുരുക്കം. ആരാണ് ഈ മാംഗ്ലൂർ ലോബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്തിനാണ് നിങ്ങളെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള എൻ്റെ സമര നീക്കമാണ്. കാരണം ആ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം 13 വർഷക്കാലമായിട്ട്, എൻ്റെ വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം, 13 വർഷക്കാലമായിട്ട് 50 കോടി രൂപയോളം നിലവിൽ ചെലവഴിച്ചിട്ടുള്ള ഈ കാണുന്ന ആശുപത്രി സംവിധാനം ഒരിഞ്ച് പോലും പണി നടക്കാതെ പ്രേതാലയമായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ ആർക്കാണ് ലാഭം? ഒറ്റ ആൻസറേ ഉള്ളൂ. മാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആശുപത്രി മേഖലകളിലൊക്കെ കോടിക്കണക്കിന് രൂപ, 500ഉം 1000 കോടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കേസുകളൊക്കെ മംഗലാപുരത്ത് പോകുന്നത് ഒഴിവാക്കും. ആരുടെ ഒഴിവാകും? പൈസക്കാർ പോയിക്കോട്ടെ, പണമുള്ളവൻ പോയിക്കോട്ടെ, ഇല്ലാത്തവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും സ്വകാര്യ ആശുപത്രികൾക്കെതിരൊന്നും അല്ല ഞാൻ. പണമുള്ളവൻ അവൻ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സിച്ചോട്ടെ, അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് മെച്ചമുണ്ടാകും. പക്ഷെ അതല്ല, ഇല്ലാത്തവനെ പീഞ്ഞെടുക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ, ബോഡി പോലും വിട്ടുകൊടുക്കാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവനെ നരകത്തിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ നീക്കമുണ്ടല്ലോ, നാറിയ നീക്കം. ആ നീക്കത്തെ തടയാൻ ഈ ആശുപത്രി വന്നു കഴിഞ്ഞാൽ സാധിക്കും. എത്രയോ കുഞ്ഞുങ്ങൾ വേദന സഹിച്ച് മാതാപിതാക്കളുടെ കണ്ണു നോക്കിയിട്ട് ഈ ഭൂമി വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സമരമാണ്. മാംഗ്ലൂർ ലോബി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കന്നഡക്കാരാണ് എന്ന്. അല്ല, മലയാളികളായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥികളോട് പറയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്യുമോ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. മാറ്റം ഉണ്ടാകും.